സിനിമകളിലെ ഓരോ കോണും ഓരോ പ്രകാശവിധാനവും ഒരു മാസ്റ്റർ പീസ് പെയിന്റിംഗ് പോലെ മനോഹരമായി ചിത്രീകരിച്ച ഭരതവിസ്മയത്തിന് 28 ആണ്ടുകളുടെ ഓർമ്മ. ചമയങ്ങളെല്ലാം അഴിച്ചുവെച്ച് ആ വലിയ മാന്ത്രികൻ അരങ്ങൊഴിഞ്ഞിട്ട് 2 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ഓരോ പുതുതലമുറയും സിനിമ പഠിച്ചു തുടങ്ങുന്നത് ഭരതന്റെ ഫ്രെയിമുകളിൽ നിന്നാണ്. ക്യാൻവാസിൽ മായാത്ത നിറങ്ങൾ ചാലിച്ച ആ പെരുന്തച്ഛന് പ്രണാമം. സ്പർശം കൊണ്ട് മാത്രമാണ് കൗമാരത്തിന്റെ തീവ്രമായ വികാരങ്ങളെ തിരശീലയിൽ വരച്ചുകാട്ടിയ രതിനിർവേദവും മലയാളിയുടെ സിനിമാ സങ്കല്പങ്ങളെ ഇളക്കിമറിച്ചു. മലയാള സിനിമയുടെ സൗന്ദര്യശാസ്ത്രത്തെയും ഭാവുകത്വത്തെയും പുനർനിർമ്മിച്ച സംവിധായകൻ ഭരതന്റെ കരിയറിലെ സുവർണ കാലഘട്ടമായിരുന്നു 90കൾ. MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ വെസ്റ്റേൺ ശൈലിയിലൊരുക്കിയ റിവഞ്ച് ഡ്രാമ താഴ്വാരം മലയാളിക്ക് പുതിയൊരു ദൃശ്യ അനുഭവമായി മാറിയ സർവൈവൽ ത്രില്ലർ മാളൂട്ടി, അച്ഛന്റെയും മകളുടെയും തീവ്രബന്ധം കടലിന്റെ പശ്ചാത്തലത്തിൽ അമരം, കുടുംബ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള ചെങ്കലം, ഒടുവിൽ മലയോര ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ദേവരാഗം, ചുരം തുടങ്ങിയ ചിത്രങ്ങൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളാണ്. സംവിധായകനപ്പുറം സംഗീതത്തിന്റെ ആത്മാവറിഞ്ഞ മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം. കേളിയിലെ താരം വാൽക്കണ്ണാടി നോക്കി എന്ന മാസ്മരിക ഗാനം ഹിന്ദോളം രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ആ കൈകൾ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. മലയാളിയുടെ സിനിമാ സ്വപ്നങ്ങൾക്ക് നിറം നൽകിയ ആ പെരുന്തച്ഛൻ അരങ്ങൊഴിഞ്ഞിട്ട് 28 വർഷങ്ങൾ പിന്നിടുമ്പോഴും വെള്ളിത്തിരയിലെ അദ്ദേഹത്തിന്റെ വിരലടയാളങ്ങൾ ഇന്നും മായാതെ കിടപ്പുണ്ട്. കാലം എത്ര കഴിഞ്ഞിട്ടും ഭരതൻ എന്ന മഹാനടനം തുന്നിച്ചേർത്ത ദൃശ്യവിസ്മയങ്ങൾ മലയാള സിനിമയുള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടും. മൂവി ഡെസ്ക്, ജനം.